നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേന്ദ്ര സർക്കാരിന്റെ കസേര രക്ഷിക്കാനുള്ള ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സമൂഹമാധ്യമമായ എക്സിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനുള്ള തീരുമാനങ്ങളാണ് ബജറ്റിൽ. മുതലാളിമാരെ സന്തോഷിപ്പിക്കുന്ന ബജറ്റിൽ സാധാരണക്കാർക്കായി യാതൊന്നുമില്ല. ബജറ്റിലെ ചില ആശയങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്നും മുൻ ബജറ്റുകളിൽ നിന്നും കോപ്പി അടിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ കോൺഗ്രസ് മാനിഫെസ്റ്റോ എന്നാണ് ഇന്ത്യ സഖ്യം പരിഹസിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കിയ മാനിഫെസ്റ്റോ ബഹുമാനപ്പെട്ട ധനമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം വായിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരം എക്സിൽ കുറിച്ചത്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയുടെ 30-ാം പേജിൽ പറഞ്ഞിരിക്കുന്ന ജീവനക്കാർക്ക് ഇൻസെന്റീവ് നൽകുമെന്ന വാഗ്ദാനം അവർ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ധനമന്ത്രി അലവൻസോടുകൂടി പ്രത്യേക അപ്രന്റീസ് പദ്ധതി അവതരിപ്പിച്ചതിൽ സന്തോഷം തോന്നുന്നു. ഇതേക്കുറിച്ച് കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ 11-ാം പേജിൽ കൃത്യമായി പറയുന്നുണ്ട്. മാനിഫെസ്റ്റോയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് എന്നും ചിദംബരം കൂട്ടിച്ചേർത്തു. HD ദേവഗൌഡയുടെയും AK ഗുജ്റാളിന്റെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും ഭരണകാലങ്ങളിൽ 3 തവണ ധനമന്ത്രിയായിട്ടുണ്ട് ചിദംബരം. 10 വർഷത്തെ തുടർച്ചയായ അവഗണനകൾക്ക് ശേഷം സ്വയംഭൂവായ പ്രധാനമന്ത്രിയും കൂട്ടരും തൊഴിലിനെ കുറിച്ച് മിണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ പോലും തൊഴിലില്ലായ്മ ഒരു ദേശീയ ദുരന്തമാണെന്നും അതിന് മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ടെന്നും ഒടുവിൽ അവർ അത് അംഗീകരിച്ചിരിക്കുന്നുവെന്നുമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിച്ചത്. ബജറ്റ് പ്രസംഗത്തിൽ കർമ്മത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ബജറ്റിൽ മിസ്സിംഗ് ആണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ സൂചനയില്ല. രാജ്യത്തെ 40% വരുന്ന ദരിദ്ര വിഭാഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പറയുന്നില്ല. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പോകുന്നതേയുള്ളൂ എന്ന് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസ് മാനിഫെസ്റ്റോ അടിമുടി കോപ്പിയടിച്ചതാണ് ബജറ്റ്. അതിൽ പ്രധാനപ്പെട്ടതാണ് യുവനിധി സ്കീം. യുവാക്കൾക്ക് 5000 രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളെ സർക്കാർ കോപ്പിയടിച്ചു എന്നതിന്റെ തെളിവാണ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിയിട്ടില്ല. അവർക്കൊരു ലോലിപോപ്പ് മാത്രം നൽകി ഒതുക്കി നിർത്തിയെന്നാണ് കോൺഗ്രസ് MP മണികം ടാഗോർ പ്രതികരിച്ചത്.